ഇന്ത്യൻ ഫ്രണ്ട്സ് ഡ്രസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്, പുറത്തേക്ക് പോകുന്നു. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് നമ്മുടെ പുടുമോളുടെ, സരസ്വതി മോളുടെ നക്ഷത്ര പിറന്നാളാണ്. ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ എന്ന് പറയാം, പിറന്നാൾ സദ്യ. ഓക്കെ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം, അനുവിൻ്റെ സൈഡിലെയും നമ്മുടെ സൈഡിലെയും. അപ്പോൾ അത് ട്രിവാൻഡ്രം ക്ലബിൻ്റെ മിനി ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ഡ്രസ്സ് മുഴുവൻ ആയിട്ടില്ല, മുഖമൊന്നും ആയിട്ടില്ല കേട്ടോ, ചെയ്യാൻ പോകണേ ഉള്ളൂ. ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ മോളെയും ഡ്രസ്സ് ചെയ്യിക്കേണ്ട ആവശ്യമുണ്ട്. മോളൊരു ഹാഫ് ഡ്രസ്ഡാക്കി വെച്ചിരിക്കുകയാണ്, ഏതാണ്ട് റെഡിയായി, മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അനുക്കുട്ടി അതെല്ലാം ചെയ്തിട്ടാണ് പോയത്. അനു കുറച്ച് നേരത്തെ പോയി ഹാളിലേക്ക്. അങ്ങനെ സരസ്വതി മോളും റെഡിയായി, ഞാൻ ദേ റെഡിയായി നിൽക്കുന്നു. ഞങ്ങളിന്ന് ട്വിന്നിങ് ആണ്, സെയിം കളർ അല്ലേ മോളു? ഇത് പിറന്നാളുകാരിയാണ്, ഇന്ന് നാൾ പിറന്നാളുകാരി. കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ട്, കുഞ്ഞിന് കറിയെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ ഇച്ചിരി വൈകിയെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. അങ്ങനെ ഞാനും പിറന്നാളുകാരിയും ഏകദേശം കറക്റ്റ് സമയം എന്ന് പറയാം വെന്യൂവിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് എത്തുന്നത് കേട്ടോ, ബാക്കി എല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ്. ഇത് ട്രിവാൻഡ്രം ക്ലബിൻ്റെ ഹോസ്പിറ്റാലിറ്റി സെൻറ്ററിലെ ചെറിയ ഹാളിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. എല്ലാവരും പിറന്നാളുകാരിയെ വെയിറ്റിംഗ് ആയിരുന്നു. മോളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നാൾ പിറന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ അർച്ചനയെല്ലാം കഴിച്ചിരുന്നു. അതിൻ്റെ ചന്ദനം പ്രസാദം, ആ ചന്ദനമൊക്കെ അനുക്കുട്ടി മോൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണയായിട്ട് നമ്മളെല്ലാവരും അങ്ങനെയാണ്, നമ്മുടെ പക്കനാൾ, പിറന്നാൾ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കും, അർച്ചനയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാൻ നാളും പേരും പറഞ്ഞ് കൊടുക്കാറുണ്ട്. ഈ നാൾ പിറന്നാളിനായിട്ട് പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും കൂടി ചേർത്തൊരു 30-35 ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും അനുക്കുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് വിഷ്ണുവിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. അത് പ്രത്യേകിച്ച് യങ്ങ ജനറേഷനിലെ ആൾക്കാരൊന്നും അല്ല കേട്ടോ, എല്ലാ സീനിയേഴ്സിനെയാണ് ഈ ഒരു ചടങ്ങിനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. കാരണം പുടുമോൾക്ക് എല്ലാവരുടെയും, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഏറ്റവും സീനിയേഴ്സായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ അനുഗ്രഹം വേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ ഇതൊരു ചെറിയ ചടങ്ങായിട്ടാണ്, വലിയ ചടങ്ങ് അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ ഗെറ്റ് ടുഗെദർ എന്ന് തന്നെ പറയാം. എല്ലാവരുടെയും അനുഗ്രഹം മോൾക്ക് കിട്ടണം. ഇതിൽ വേറെ ഒരു ചടങ്ങുമില്ല, ഫോർമൽ ചടങ്ങുകളൊന്നുമില്ല. എല്ലാ കുടുംബത്തിൽ നിന്ന് വന്ന മുതിർന്നവർക്കെല്ലാം മോളെ കാണാനും മോൾക്ക് അവരെ കാണാനുമുള്ളൊരു അവസരം മാത്രമാണിത്. ഒരു ചെറിയ ഫംഗ്ഷൻ. പക്ഷെ മോളൊരല്പം മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. സാധാരണയായിട്ട് ഭയങ്കര കളിച്ചിരി സന്തോഷമാണ് എല്ലാ ആൾക്കാരെയും കാണുമ്പോൾ. ഇന്ന് സത്യത്തിൽ എനിക്ക് തോന്നുന്നു രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്ത് മോളെ പെട്ടെന്ന് കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്യിച്ച് കൊണ്ടുവന്നപ്പോൾ അത് കുറച്ചൊരു മൂടിയാണ്. കാരണം ഉറക്കം വന്നുകൊണ്ടിരിക്കുക.
ഇത് റിട്ടേൺ ഗിഫ്റ്റിന് വേണ്ട ഹാമ്പേഴ്സാണ് റെഡിയാക്കി വെച്ചത്. എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് അറ്റ് എ ടൈം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റും. സന്ധ്യ, ഹലോ. ഇത് അനുകുട്ടിയുടെ ചേട്ടൻ്റെ ഭാര്യ, സിസ്റ്റർ-ഇൻ-ലോ. ഇത് വല്യച്ഛൻ്റെ മകൻ്റെ വൈഫ്. ഇതിനെ പറയണ്ടല്ലോ, സന്ധ്യ ചേച്ചി ഓൾ ഇൻ ഓൾ, നമ്മുടെ എല്ലാം ഇതാണ്. ഇത് എൻ്റെ കുഞ്ഞമ്മ, അച്ഛൻ്റെ വൈഫ്. പൗട്ടിച്ചിട്ട പാർവതിയുടെ മദറിലോ ശ്യാമള ചേച്ചി മാഞ്ചസ്റ്റർ. ഇത് ഇവിടെ തിരിച്ച് നാട്ടിൽ കുറച്ച് ദിവസത്തേക്ക് വന്നതല്ലേ, ഉടനെ തിരിച്ചു പോകും. ശാന്തിച്ചിട്ട് ഇത് മറ്റൊരു കുഞ്ഞമ്മയാണ് പൂച്ചേൻ്റെ. ഇത് സന്ധ്യയുടെ അമ്മ. എല്ലാവരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയം. മണി അങ്കിൾ, ദേവി അങ്കിൾ, അനുക്കുട്ടിയുടെ അമ്മ, വല്യമ്മ, അതെ എല്ലാവരും എല്ലാത്തിലും ഉള്ളതല്ലേ, അപ്പോൾ പരിചയക്കുറവൊന്നും ഇല്ല. എല്ലാവർക്കും എല്ലാവരും അറിയാം. വല്യച്ഛന്, അച്ഛൻ, അവിടെ എല്ലാവരും ഉണ്ട്. സന്ധ്യയുടെ രണ്ടാമത്തെ മകൾ. ഇത് വല്യച്ഛൻ്റെ മകൻ, വൈഫ് അനുവിൻ്റെ. പിന്നെ സദ്യ ആണെങ്കിൽ വളരെ ട്രഡീഷണലായിട്ട് നമ്മുടെ സ്വന്തം കേരള സദ്യയാണ്. ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ കേരള സദ്യ കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. 2 പായസം, ബോളി, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വരുന്ന കേരള സദ്യ. സരസ്വതി മോൾക്കും മോളുടെ പിറന്നാൾ സദ്യ ഇലയിൽ നിന്നും കുറേശ്ശെ കൊടുത്ത് ഊട്ടുകയാണ്. മോളങ്ങനെ ഒരുപാട് കഴിക്കുന്നില്ല, പക്ഷേ അറിയാമല്ലോ കുഞ്ഞിന്. പക്ഷേ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, എന്താണ് എല്ലാവരും കഴിക്കുന്നത്. നോക്കുമ്പോൾ ചോറ്, കുറേ കളർഫുൾ കറീസൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നും ചോറൊക്കെ വളരെയധികം മാഷ് ചെയ്ത് പരിപ്പും നെയ്യും പപ്പടം ആ ഒരു മിക്സിൽ നിന്ന് കുറേശ്ശെ കൊടുത്തു തുടങ്ങി. പക്ഷേ ഒരുപാട് കഴിക്കില്ല കേട്ടോ, 2 or 3. പൊതുവേ നമ്മൾ ഭക്ഷണം ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും കഴിക്കാൻ എടുക്കുമ്പോൾ മോൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ്, എന്താണ് എല്ലാവരും കഴിക്കുന്നതെന്ന്. പക്ഷേ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ അത്ര മതി, കൂടുതലൊന്നും വേണ്ട, അത്രേ കഴിക്കുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ടൈം വാതുറന്ന് തരുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നെയ്യും പരിപ്പും ഒക്കെ ചേർത്ത് അത് കുറച്ച് ഫെമിലിയർ ഫുഡാണ്. 1-2 ഉരുള മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്തായാലും മോള് മാറി മാറി അനുക്കുട്ടിയുടെ മടിയിൽ, എൻ്റെ മടിയിൽ, അപ്പൂപ്പൻ്റെ മടിയിൽ, ഇങ്ങനെ മാറി മാറി ഇരുന്ന് ഈ സദ്യയിൽ മോളും പങ്കെടുക്കുകയാണ്. പക്ഷേ വിഷ്ണു കറക്റ്റ് ടൈമിൽ വീഡിയോ കോളിൽ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും നോക്കിയൊരു ഹായ് ഒക്കെ പറഞ്ഞു വിഷ്ണുവും. സദ്യയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞ് പോവുകയാണ്. അതിനുള്ള സമയമായി, ഞങ്ങളെല്ലാം ഇനി തിരിച്ചു പോകുന്ന സമയമായി. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ദിവസം വെൽ സ്പെൻറ്റ്. ബന്ധുക്കൾ മാത്രം
ഒരു 4 സുഹൃത്തുക്കൾ അത്രയേ ഉള്ളൂ, കപ്പിൾ ഫ്രണ്ട്സ് വിഷ്ണുവിൻ്റെ ആനുവേണ്ടിയും. വേറെ അങ്ങനെ വിപുലമായ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവരെയും വിളിച്ചിട്ടുള്ളത് ഇനി ഉടനെ ഉണ്ട്. ഈ സമയം കൊണ്ട് മോളും ഉറങ്ങിക്കഴിഞ്ഞു. മോളും വളരെ ടയർഡായി, കുറേ നേരം ഇങ്ങനെ ആക്റ്റീവായി ഇരുന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങി. ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷൻ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കാര്യം ഒരു 1-1.5 മണിക്കൂറിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞു. കാരണം ഫോർമലായിട്ടുള്ള ഫംഗ്ഷനൊന്നും ഇല്ലായിരുന്നല്ലോ, ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗെദർ പോലെയായിരുന്നു. ഇനിയൊരു കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ നമ്മളുടെ എല്ലാ നിയർ ആൻഡ് ഡിയർ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ടൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായിരിക്കും മോളുടെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ. എനിക്ക് 2 ബ്രദേഴ്സാണുള്ളത്. അപ്പോൾ ഇളയ ആളാണ് നാഗരാജ് വൈഫ്, 2 ഡോട്ടേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവരുമായിട്ടും ഒക്കെ സംസാരിച്ചിരുന്നു. എന്തായാലും നല്ലൊരു ദിവസമാണ് ഇന്ന്. എല്ലാവരും, എനിക്ക് വളരെ സന്തോഷം. എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാര്യം എല്ലാവരും വരികയും മോളെ കാണുകയും പിന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഗെറ്റ് ടുഗെദർ ആണല്ലോ. അപ്പോൾ ഒരു നല്ലൊരു ദിവസം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.